നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. നമ്മൾ കാണുന്നതാണ് ശരി അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ശരി എന്ന ധാരണ ചിലപ്പോഴെങ്കിലും നമ്മിൽ വേരൂന്നാറുണ്ടോ? എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരിക്കൽ രാജാവ് തൻ്റെ ഗുരുവിനെ കാണാനെത്തി. അപ്പോൾ ഗുരുവും തൻ്റെ ശിഷ്യന്മാരും ചേർന്ന് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ധാരാളം സമ്മാനങ്ങളും അതിവിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളുമായാണ് രാജാവ് അവിടേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് ഗുരുവിൻ്റെ മുഖ്യ ശിഷ്യൻ എന്തൊരു സുഖം, എന്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്. താൻ കൊണ്ടുവന്ന സമ്മാനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ടാണ് ആ ശിഷ്യൻ അങ്ങനെ പറഞ്ഞതെന്ന് കരുതി രാജാവ് ആ ശിഷ്യനെ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശകാരിച്ചു. ആർത്തി നല്ലതല്ല എന്ന് ആക്ഷേപിച്ചു. ഇത് കേട്ട് മറ്റു ശിഷ്യന്മാരെല്ലാവരും ഞെട്ടി. ഗുരു രാജാവിനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ചെയ്തത് ശരിയായില്ല. ഇതെൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിൽ താങ്കളെക്കാൾ ധനാഢ്യനായ രാജാവായിരുന്നു. താങ്കൾ വരുമ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സംവാദത്തിൻ്റെ ഭാഗമായിരുന്നു അയാളുടെ മറുപടി. തൻ്റെ ഇപ്പോഴത്തെ സന്യാസ ജീവിതത്തെക്കുറിച്ചാണ് എൻ്റെ ശിഷ്യൻ അങ്ങനെ പറഞ്ഞത്. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ശിഷ്യനോട് ക്ഷമ ചോദിച്ചു. കേൾക്കേണ്ടത് മുഴുവൻ കേൾക്കാതെ, കാണേണ്ടത് മുഴുവൻ കാണാതെ പലരെയും തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. നമ്മൾ കാണുന്നതാണ് ശരി അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ശരി എന്ന മിഥ്യാധാരണ നമുക്ക് മാറ്റി നിർത്താം. അഹംഭാവം അഥവാ ഞാനെന്ന ഭാവം എന്നില്ലാതാകുന്നുവോ അന്ന് നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ശുഭദിനം.